അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി നമ്മൾ പോകുന്ന വഴിക്കാണ് ഒരു കോഴിക്കോട് നിന്ന് വയനാട്ടിൽ നിന്ന് കോഴിക്കോടിലേക്ക് തുരങ്കം പണിയുന്നത്, എളുപ്പ വഴിക്ക് ഉള്ള തുരങ്കം പണിയുന്നത് നമ്മുടെ ഡ്രൈവർ ആൽവിൻ കാണിച്ചു തന്നത്. അതുകൊണ്ട് 40 കിലോമീറ്റർ കൊണ്ട് എന്തോ കോഴിക്കോട്ട് എത്താനുള്ളൊരു മാർഗ്ഗമാണ്. അത് പണി നടക്കുന്നതേ ഉള്ളൂ അവിടെ. അങ്ങനെ അത് മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്നത് നമ്മുടെ മുണ്ടക്കൈ കൂടെയാണ്. അവിടെ എത്തിയപ്പോഴാണ് ബെയിലി പാലം കണ്ടത്. ഈ ബെയിലി പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് പോകാനുള്ള ജീപ്പ് കടന്നിരുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് ആ ജീപ്പിൽ കയറിയാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് പോകുന്നത്. ജീപ്പിലെ യാത്ര അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ കൊളുക്കുമലയിൽ പോയപ്പോൾ ജീപ്പിൽ ഭയങ്കര പാടായിരുന്നു. കുടുക്കം അങ്ങനെയൊന്നുമില്ലായിരുന്നു. സാധാ റോഡ്, വലിയ ചെറിയ ഒരു കുടുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊരു 10 മിനിറ്റോളം ആ ജീപ്പിലിരിക്കേണ്ടി വന്നു. 10 മിനിറ്റ് ഇല്ലെന്ന് തോന്നുന്നു, കുറച്ച് സമയം ഇരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് എത്തില്ലേ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിലെ ഒരു സ്റ്റാഫ് നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഈ നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കുന്ന വഴിയൊക്കെ അന്നത്തെ ആ ദുരന്തത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മളോട്, അവർക്കൊക്കെ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നാൽ, ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നാൽ അന്നത്തെ ഉരുൾ പൊട്ടി വന്ന സ്ഥലം കാണാമെന്ന് പറഞ്ഞ്, മറ്റേ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നായിരുന്നു അത് വരുന്നത്. ഉരുൾ പൊട്ടാൻ തുടങ്ങിയത്. അത് ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നാൽ കാണാം എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്തിൻ്റെത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഒട്ടും ആളുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 900 കണ്ടിയാണ് കാണാൻ പോകാൻ വിചാരിച്ചിരുന്നതെങ്കിലും ഇവിടെ എത്തി. പക്ഷേ ഇവിടെ വേറെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ശ്രേയക്കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു കയറാനായിട്ട്. കുറച്ച് നേരമൊക്കെ മടിച്ച് നിന്ന്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കയറുന്നത് കണ്ട്, റീനാമ്മയും അമ്മാമ്മയൊക്കെ നല്ല ധൈര്യമായിട്ട് കയറുന്നത് കണ്ട് പേടിയൊന്നും ഇല്ലാതെ പിന്നെ കയറാൻ തുടങ്ങി. ശ്രുതി ആദ്യം പോയി. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ മാത്രമാണ് പേടി വരുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് ചുറ്റിനും നോക്കി നടക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. ആദ്യം മാത്രം താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും. കുറച്ചങ്ങ് നടന്നു കഴിയുമ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് പേടിയൊക്കെ അങ്ങ് പോകും. അമ്മച്ചിക്കും കുഴപ്പമൊന്നും നല്ല ധൈര്യമായിട്ട് എല്ലാവരും കയറി കാണുന്നത്. അധികം ആളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം സാധിച്ചു. അവിടെ മറ്റേ ഡിജിറ്റൽ ആയതുകൊണ്ട് നമ്മൾ കാല് താഴെ വെക്കുമ്പോൾ, കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കാല് താഴെ വെക്കുമ്പോഴത്തേക്കും ചില്ല് പൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പക്ഷെ അത്രയ്ക്ക് പേടിയൊന്നും തോന്നിയൊന്നുമില്ല. ഈ പൊട്ടുന്ന സൗണ്ട് ഇല്ലാത്ത സ്ഥലത്ത് വരുമ്പോഴത്തേക്കും താഴെയെല്ലാം നല്ലപോലെ ഭംഗിയായിട്ട് കാണാനും പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് എല്ലാവരും കൂടി ഫോട്ടോയും എടുത്ത് വീഡിയോ എടുത്ത്. ആ ചുറ്റിനും നല്ല വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ചുറ്റിനും കാണാൻ. തേയിലത്തോട്ടവും മലകളും എല്ലാം കൂടി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ആ ഉരുൾപൊട്ടി വന്ന സ്ഥലം അവിടെ നിന്ന് കണ്ടപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. ആദ്യത്തെ പേടിയൊക്കെ മാറിയപ്പോൾ പിന്നെ താഴത്തേക്ക് കുറേ നേരം നോക്കി നിൽക്കാൻ ഒരു രസമൊക്കെ തോന്നി. അവിടെയാണ് കാണുന്ന സ്ഥലമാണ് പുഞ്ചിരിമട്ടം. അവിടെ നിന്നാണ് ഉരുൾപൊട്ടി വന്നത് എന്നാണ് പറഞ്ഞത്. ഒരു ചെറിയ വര പോലെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുള്ളൂ. കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്ത് അവിടെ അങ്ങനെ ചിലവഴിച്ച് ഞങ്ങൾ പിന്നെ പതിയെ തിരിച്ച് പോകുമ്പോൾ ആരും സൈഡിലൊന്നും പിടിക്കേണ്ടി വന്നില്ല. പേടിയൊക്കെ പോയായിരുന്നു. സൗണ്ട് എഫക്റ്റേ ഉള്ളായിരുന്നു. വിട്ടു നടന്നോ? അയ്യോ, താഴത്തോട്ട് നോക്കുമ്പോ അവിടെ നോക്കാൻ കുഴപ്പമില്ല. പക്ഷെ ആദ്യം നോക്കി നടന്നു.
അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം പിന്നെ ശ്രേയയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സിപ്പ് ലൈനിൽ കയറണമെന്നുള്ളത്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിറങ്ങിയപ്പോൾ ഉടനെ ഞങ്ങൾ പിന്നെ അതിനായിട്ടാണ് പോയത്. സിപ്പ് ലൈനിൽ കയറാനും അങ്ങനെ ഭയങ്കര പേടിയൊന്നും ഇല്ലായിരുന്നു. അയ്യോ ഓണാക്കിയില്ലത്.